സമത്വ മുന്നേറ്റ യാത്രയുടെ മാവേലിക്കര സ്വീകരണ വേദിയിലും സദസ്സിലും നിറഞ്ഞു നിന്നത് കേരള കൗമുദി എഡിറ്റോറിയലായിരുന്നു. വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന പേരിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത സർക്കാർ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ സമ്മേളനത്തിനിടെ വായിച്ചത് വൻ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. രാവിലെ 10 മണിയോടുകൂടി മാവേലിക്കരയിൽ എത്തിച്ചേർന്ന സമത്വ മുന്നേറ്റ യാത്രയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് തടിച്ചുകൂടിയത്. വർഗീയ വിദ്വേഷം നടത്തിയെന്ന പേരിൽ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇക്കാര്യത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഭൂരിപക്ഷത്തിന്റെ ന്യായമായ അവകാശങ്ങൾ പോലും സമ്മർദ്ദത്തിലൂടെ ന്യൂനപക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് എന്നഭിപ്രായപ്പെട്ട മുൻ മുഖ്യമന്ത്രി AK ആന്റണിയാണ് എന്ന് വെള്ളാപ്പള്ളി മാവേലിക്കരയിൽ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ വാരിക്കൂട്ടുന്നുവെന്നും ഭൂരിപക്ഷം ദുഃഖിതരാണെന്നും CPI നേതാവ് കാനം രാജേന്ദ്രനും പറഞ്ഞു. ഇവർക്കെതിരെയൊന്നും കേസെടുക്കാതെ തനിക്കെതിരെ മാത്രം നിയമത്തിന്റെ വാൾമുന ചൂണ്ടുന്നത് സമത്വ മുന്നേറ്റ യാത്ര പൊളിക്കുന്നതിനു വേണ്ടിയുള്ള ഇടതു വലതു ഗൂഢാലോചനയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം കാർത്തികപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് K അശോകപ്പണിക്കർ അധ്യക്ഷം വഹിച്ച യോഗം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാബു ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. മാവേലിക്കര യൂണിയൻ സെക്രട്ടറി B സുരേഷ് ബാബു സ്വാഗതവും ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് S സലീംകുമാർ നന്ദിയും പറഞ്ഞു. കേരള കൗമുദി എഡിറ്റോറിയൽ എന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു അറസ്റ്റ് ചുക്കം സംഭവിക്കാൻ അതെനിക്കൊരു ഭയവുമില്ല. എന്നാലും നിങ്ങൾ കേരളം കൂടി വരുത്താത്തവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എഡിറ്റോറിയലെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം. എൻ്റെ ശാഖാ പ്രസിഡന്റുമാരൊക്കെ കൂടെയുണ്ട്. ഈ ശാഖാ പ്രസിഡന്റുമാരും യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിമാരും ചേർന്ന് നാളെ തന്നെ ടൗണിൻ്റെ നാനാഭാഗങ്ങളിലും ഈ എഡിറ്റോറിയൽ ഫ്ലക്സായിലേക്ക് ഇതടിച്ച് എല്ലാ വീടുകളിലും നിങ്ങളൊന്ന് കൊടുക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ നിങ്ങൾ സദയം സ്വീകരിച്ചതേയുള്ളൂ. ഒരുപാട് കാശൊന്നും മുടക്കണം, ഇങ്ങോട്ട് വന്ന വണ്ടിക്കൂലി കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പറയുന്നതിൻ്റെ വഞ്ചന നിങ്ങൾക്ക് നല്ലെന്നുപോലെ മനസ്സിലാകും. മുഖപ്രസംഗത്തിൻ്റെ ഹെഡിങ് എന്തൊരു കേസ് വിവേചനമില്ലെന്ന് തെളിയിക്കണം ഇതിനെക്കുറിച്ച് നിന്ന് വായിക്കാം. അസുഖകരമായ വാക്കുകളെ തടവിടാനും ഉപയോഗിക്കാവുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 151A വകുപ്പ് പ്രകാരം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തിരിക്കുകയാണ് സർക്കാർ. ധനസഹായം അനുവദിക്കുന്നതിൽ സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന് പ്രസംഗിച്ചതിനാണ് കേസ്. പ്രസംഗത്തിലല്ല, ഉപയോഗിച്ച വാക്കുകളിലാണ് കേസിന് ആധാരമായ കുറ്റമെന്ന് വാദിച്ചാൽ ശരിയാണെന്ന് തോന്നാം. ഇത് പരിശോധിക്കേണ്ടതുണ്ട്. എത്ര മൃദുവായി പറഞ്ഞാലും വിവേചനത്തിൻ്റെ ഗുണഭോക്താക്കൾക്ക് അതിനെതിരായ വാക്കുകളോട് പക തോന്നും. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെ വിശേഷിപ്പിക്കുന്നത് മൃദുവായ വാക്കുകളല്ല, വർണ്ണബറി എന്നായിരുന്നു മലയാളത്തിലെ പ്രയോഗം. വർണ്ണവിവേചനം ഒരു കുറ്റമല്ലെന്ന് വിശ്വസിച്ചിരുന്ന വെളുത്തവർ കടുത്ത അസഹിഷ്ണുതയോടെയും പകയോടെയുമാണ് പ്രതികരിച്ചിരുന്നത്. കേസ് എടുക്കുക മാത്രമല്ല, നെൽസൺ മണ്ടേല അടക്കമുള്ള നേതാക്കളെ പതിറ്റാണ്ടുകളോളം തുറങ്കിലടക്കിയവരെ ഉണ്ടായി. ശിക്ഷാ നടപടി ഭയന്നും മൗനം പാലിച്ചിരുന്നുവെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അവസാനിപ്പിക്കാനോ കറുത്ത വർഗ്ഗക്കാർക്ക് അധികാരത്തിലേറാനോ ഒരിക്കലും കഴിയുമായിരുന്നില്ല. ഭൂരിപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മറക്കി നിർത്താനും നാടിൻ്റെ സൗഭാഗ്യങ്ങൾ കവർന്നെടുക്കാനും ന്യൂനപക്ഷമായ വെള്ളക്കാർ പ്രയോഗിച്ച കുതന്ത്രമായിരുന്നു വർണ്ണവിവേചനമെന്ന് കാലം തെളിയിച്ചു. ധനസഹായം അനുവദിക്കുന്നതിൽ വിവേചനം കാട്ടുന്നതെന്ന പരാമർശം തെറ്റാണെങ്കിൽ അത് തെളിയിക്കാൻ സർക്കാരിന് ഒരു ബുദ്ധിമുട്ടില്ല. ധനസഹായം കിട്ടിയവരുടെയും അനുവദിച്ച തുകയുടെയും പട്ടിക പ്രസിദ്ധീകരിച്ചാൽ മതി. വിദ്വേഷം സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജി തള്ളിക്കളഞ്ഞുകൊണ്ട് 2014 മാർച്ചിൽ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണം ശ്രദ്ധേയമാണ്. പ്രസംഗങ്ങൾ തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കാനുള്ള വിവേകവും പക്വതയും ജനങ്ങൾക്കുണ്ടെന്നായിരുന്നു ജസ്റ്റിസ് RM ലോധയുടെ നിരീക്ഷണം. മൗലികാവകാശമായ അഭിപ്രായപ്പെടുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനസഹായം നൽകുന്നതിൽ വിവേചനം കാട്ടുന്നില്ലെന്ന് തെളിയിക്കുന്ന പട്ടിക സർക്കാർ പുറത്തിറക്കിയാൽ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങൾ? യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ കേസെടുക്കും മുമ്പ് അദ്ദേഹത്തെ മറ്റൊരു വിവേചനം അവസാനിപ്പിക്കാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. സമത്വ മുന്നേറ്റ യാത്രയെ സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസം രാവിലെ അടിമാലിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന അദ്ദേഹം ഭൂരഹിതരെ സഹായിക്കാനായി വൻകിട തോട്ടങ്ങൾ കൂടി ഉൾപ്പെടുത്തി 2ാം ഭൂപരിഷ്കരണം നടപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. കേസിന് ആസ്പദമായ വാക്കുകൾ വള്ളിമുറിവില്ലാതെ അവതരിപ്പിച്ച ചില മാധ്യമങ്ങൾ ഇങ്ങനെയൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചുവെന്ന വികാരം മറച്ചുവെച്ചു. എന്തിന് വൻകിട തോട്ടങ്ങളെ തൊട്ടാൽ ആർക്കാണ് നോവുകയെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും ആ പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്.
വോട്ട് ബാങ്കുകളെ അലോസരപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾ പകൽ പോലെ വ്യക്തമായ വിവേചനങ്ങൾക്ക് നേരെ പോലും എത്രയോ കാലമായി കണ്ണടക്കുകയാണ്. വോട്ട് ബാങ്കുകളെ വഴിവിട്ട് പ്രേരിപ്പിക്കാൻ മാത്രമേ ഇരു മുന്നണികളുടെയും നേതാക്കൾ ശ്രമിച്ചിട്ടുള്ളൂ. സംസ്ഥാനത്ത് രാഷ്ട്രീയ സാക്ഷരതയുള്ള എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ ആരെങ്കിലും വിളിച്ചു പറയണ്ടേ? രാഷ്ട്രീയ കാപട്യത്തിന്റെയും ഇരട്ടത്താപ്പിന്റെയും കട്ടിക്കമ്പളങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ എക്കാലവും മൂടിവെക്കാൻ കഴിയില്ല. ഒരു സ്പർദ്ധയും സൃഷ്ടിക്കാതിരുന്ന ഒരു പ്രസംഗത്തിന്റെ പേരിൽ കേസെടുത്തത് പോലും ഒരു പ്രീണനമാണെന്ന് വേണം കരുതാൻ. വിപരീത ഫലം സൃഷ്ടിക്കുന്നതാണ് ഇത്തരം കേസുകൾ. അധികാരത്തിന് വേണ്ടി മതവിശ്വാസം ചൂഷണം ചെയ്യുന്നതിൽ പ്രതിഷേധിക്കാൻ കളിമണ്ണിലെ ഒരു ഗണേശ വിഗ്രഹം ഉടച്ചതിന് 1951 മെയിൽ പെരിയാർ EV രാമസ്വാമിക്കെതിരെ കേസെടുത്തതോടെയാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ പ്രസ്ഥാനം അധികാരം കൈയാളും വിധം ശക്തി ആർജിക്കാൻ തുടങ്ങിയത്. പ്രതികാരത്തിനോ അനീതിക്കെതിരായ വാക്കുകളെ തടവിടാനോ വേണ്ടി അധികാരത്തിന്റെ അഹന്ത പ്രകടിപ്പിക്കുമ്പോൾ എതിർക്കേണ്ടി വരും. വോട്ട് ബാങ്കുകളെ ഭയന്ന് പ്രതിപക്ഷം മൗനം പാലിക്കുന്ന വിഷയങ്ങളിൽ എന്തുമാകാമെന്ന് ഭരണപക്ഷം കരുതിയാൽ സംസ്ഥാനത്തിന് രാഷ്ട്രീയ ബദൽ ആവശ്യമാണെന്ന ചിന്ത ശക്തിപ്പെടുകയുള്ളൂ. എക്കാലവും എല്ലാവരെയും പറ്റിക്കാനാവില്ല. എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാനാവില്ല. എത്രയോ കാലങ്ങളായി ഇരു മുന്നണികളിലും നമ്മളെ പറ്റിയിട്ടുണ്ട്. ഒരു രണ്ടാം ഭൂപരിഷ്കരണം വേണമെന്നും മലയോര പ്രദേശം ആയിരക്കണക്കിന് ഏക്കർ കൈവശം വെച്ചിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇവിടുത്തെ ഇടത് വലത് കക്ഷി നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ അതിനുശേഷമാണ് എൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് തീരുമാനിച്ച ഒരു പൊളിറ്റിക്കൽ തീരുമാനമായിട്ട് ആയി തന്നെ നടപ്പിലാക്കി. ഇതിൻ്റെ എല്ലാം പിന്നിലെ ദുഷ്ടശക്തി നമ്മുടെ കൂട്ടായ്മ ഇല്ലാതാകുന്നു, ഇവിടുത്തെ പാവപ്പെട്ടവരായി തന്നെ നിലനിർത്തണം എന്ന ദുഷ്ടചിന്തയാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതി കാസർഗോഡ് നിന്ന് ഈ റാലി തുടങ്ങുവാൻ വേണ്ടി തീരുമാനം എടുത്ത കാലം മുതൽ ഒരുപാട് ആക്ഷേപങ്ങളുമായി കേരളത്തിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടവരാണ്. ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിൽ ഏതാണ്ട് വലിയ സാമ്പത്തിക ക്രമക്കേടുണ്ട്, യോഗത്തിന്റെ നേതാക്കന്മാർ 2% പലിശയ്ക്ക് പണം കിട്ടിയിട്ട് അത് എടുത്തുകൊണ്ടുപോയി 28%-ലും 18%-ലും ഒക്കെ കൊടുത്ത് എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരികയുണ്ടായി. അതിനുശേഷം ശാശ്വതി സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ ഉൾപ്പെടെ മുമ്പോട്ട് വരികയുണ്ടായി. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന SNDP യോഗം സംബന്ധിച്ചോളം യോഗവുമായിട്ടുള്ള ബന്ധം എന്താണ്? SNDP യോഗത്തിന്റെ ഒരു നേതാക്കന്മാർക്കും പണം വിചാരിച്ചാൽ പോലും എടുക്കാൻ കഴിയുകയില്ല സത്യാവസ്ഥ ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. SNDP യോഗവും നമ്മുടെ മൈക്രോ ഫിനാൻസ് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആകെ ഒരു കത്ത് മാത്രമാണ്. അതായത് സാധാരണ നമ്മൾ ഗ്രേഡിംഗ് കഴിയുമ്പോൾ ബാങ്കുകൾ തീരുമാനിക്കുന്ന യൂണിറ്റുകൾക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുവാനുള്ള ഒരു ഗ്യാരണ്ടി കത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ SNDP യോഗത്തിൽ നിന്ന് കൊടുക്കുന്ന സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് യോഗത്തിനെതിരെ ഈ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായത്. അതുകൂടാതെ പിന്നോക്ക വകുപ്പിൽ നിന്ന് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ 2% പലിശയ്ക്ക് കിട്ടി, അത് കൊണ്ടുപോയി 18-20% പലിശയ്ക്ക് കൊടുത്തു എന്നാണ് മറ്റൊരു ആരോപണമായി വി സച്ചിദാനന്ദൻ മുമ്പോട്ട് വരികയുണ്ടായത്. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയത് എത്ര രൂപയാണ്? നമുക്ക് കിട്ടിയത് 4,91,00,000 രൂപയും ആ പണം മുഴുവൻ 39 യൂണിറ്റുകളിലേക്ക് 4% പലിശയ്ക്ക് തന്നെ അത് വിതരണം ചെയ്യുകയും ആ കൊടുത്ത ചെക്കിന്റെ നമ്പർ ഉൾപ്പെടെ കൊടുത്ത ദിവസം ഉൾപ്പെടെ യൂണിറ്റിന്റെ പേരുകൾ ഈ 39 യൂണിറ്റിന്റെ പേരുകൾ ഉൾപ്പെടെ കൊടുത്തിട്ട് പോലും മാധ്യമങ്ങൾ അതൊന്നും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകില്ല. അതുപോലെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള പേപ്പറുകൾ PS സച്ചിദാനന്ദൻ തരണ്ട, ഒരു CBIയോ അതല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അന്വേഷിക്കേണ്ട ഒരു കഷണം പേപ്പർ ഇവിടെ PS സച്ചിദാനന്ദൻ SNDP യോഗത്തിന് മുമ്പിൽ വെക്കുകയാണെങ്കിൽ ആരെങ്കിലും 1 രൂപ എടുത്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ അന്ന് സംഘടനാ പ്രവർത്തനം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് പോലും വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത് ഏറ്റെടുത്താൽ എന്താണ്? തിരിച്ചു ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, 3 മാസം കൊണ്ട് ഈ പേപ്പർ തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇദ്ദേഹത്തിനും ഇത് നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ ഉത്തരമില്ലാതെ ഉടനെ പിടിച്ച് ജയിലിലാക്കും എന്നാണ് ഇപ്പൊ അടുത്ത വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്നത്.
വൈകുന്നേരം 6:30യോടുകൂടി ചെങ്ങന്നൂരിലെത്തിയ സമത്വ മുന്നേറ്റ യാത്രയെ വരവേൽക്കാൻ ആയിരങ്ങളാണ് യോഗസ്ഥലത്ത് എത്തിച്ചേർന്നത്. മതസൗഹാർദ്ദം തകർക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നു എന്നാരോപിക്കുന്ന രാഷ്ട്രീയക്കാരാണ് യഥാർത്ഥ വർഗീയവാദികളെന്ന് പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ലഭിക്കുന്ന വൻ ജനപിന്തുണ തെളിയിക്കുന്നത്. സംഘടിക്കുവിൻ, ശക്തരാകുവിൻ, ഭൂരിപക്ഷമേ സ്വതന്ത്രരാകുവിൻ. ആർത്തിരമ്പിനാമൊത്തുപോകുവിൻ, അധികാരശാലകൾ പിടിച്ചടക്കുവിൻ. ഹിന്ദുമതത്തിൽ നിന്ന് പോയ ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും അവരെല്ലാം നമ്മുടെ സഹോദരന്മാരായി കാണും. അങ്ങനെ പറഞ്ഞാണ് ഈ സമത്വ മുന്നേറ്റ യാത്ര ഇതിൻ്റെ മുമ്പിൽ എഴുതിക്കുന്ന ആ വാക്കുകൾ. അതുകൊണ്ട് ആ വാക്കിൽ എഴുതിയിട്ടുണ്ട് മുസ്ലിമിനെ മാറ്റി നിർത്തണം, ക്രിസ്ത്യാനിയെ ഒരിക്കലും ഇവിടെ കയറ്റരുത് എന്ന്. ആ സമത്വ മുന്നേറ്റ യാത്രയിൽ അർത്ഥമുണ്ടോ? ആ സമത്വ മുന്നേറ്റ യാത്രയിൽ വളരെ വ്യക്തമായ ഒരു സന്ദേശമുണ്ട്. ഈ രാജ്യത്ത് എല്ലാവർക്കും സ്ഥിതി സമത്വം ഉണ്ടാകണം. എല്ലാ മനുഷ്യർക്കും. അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ മറ്റുള്ളവരെ കൂട്ട് സമത്വ സുന്ദരമായിട്ട് ജീവിക്കുവാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ടി നാം ശ്രമിക്കണം. മറ്റുള്ളവരെ പിടിച്ചു പറിക്കാനല്ല. നമുക്കും ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ പങ്കിടുമ്പോൾ അത് അർഹതപ്പെട്ട പങ്കാളിത്തം കിട്ടണം. കടലിലെ തിരുമേനി പറഞ്ഞില്ലേ, കോളേജുകളുടെ എണ്ണം എന്തേ നിങ്ങൾ പഠിക്കാത്തത്? എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ 70% കോളേജുകളും ഈ ന്യൂനപക്ഷങ്ങളുടെ കൈ മാത്രമാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ശമ്പളം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനമാണ്. UGC ശമ്പളം ലക്ഷങ്ങൾ. അതിൽ നമുക്ക് അർഹതപ്പെട്ട പങ്കാളിത്തം നമുക്ക് കിട്ടണം. സ്കൂൾ ന്യൂനപക്ഷങ്ങൾക്ക് എത്രയാണ്? ഏതാണ്ട് 6000 സ്കൂളുകളുണ്ട്. ഒന്നിൻ്റെ 6000. ഇതൊക്കെ കാണും. അത് ശമ്പളം കൊടുക്കുന്ന ആരാണ്? അവർ ശമ്പളം കൊടുത്തതേ കുഴപ്പമില്ല, നമ്മളാണ് ശമ്പളം കൊടുക്കുന്നത്, സർക്കാരെ. അപ്പോൾ അർഹതപ്പെട്ട പങ്കാളിത്തം വിദ്യാഭ്യാസ രംഗത്ത് കിട്ടിയാൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരം കിട്ടും, അതോടൊപ്പം ശമ്പളം കിട്ടും. തെക്കൻ കേരളത്തിലേക്ക് കടക്കുമ്പോൾ യാത്രയിൽ ഉടനീളം ഏറ്റുവാങ്ങിയ ജനവിശ്വാസത്തിന്റെയും ജനപിന്തുണയുടെയും കരുത്തിൽ സമത്വ മുന്നേറ്റ യാത്ര സമസ്ത മലയാളികളുടെയും മനസ്സിൽ ഒരു പുതിയ കേരളം സ്വപ്നം കാണാൻ പ്രചോദനം നൽകുന്ന യാത്രയായി മാറിക്കഴിഞ്ഞു. കേരളം ആര് ഭരിക്കണമെന്നത് തീരുമാനിക്കുവാനായി വരുന്ന 5-ാം തീയതി അനന്തപുരിയെ ജനസമുദ്രമാക്കി തീർക്കാൻ പോകുന്ന സമാപന സമ്മേളനത്തിനായി ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ്. ജയ് ഭാരത്. യാത്ര